ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുൻപായിട്ട് അവൾ കടന്നു പോകുന്ന ഒരു ഈറ്റുനോവുണ്ട്. ഈ ഈറ്റുനോവിന് ഒടുവിലായിട്ട് അവൾ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയതിനു ശേഷം അത്യധികമായിട്ട് അവൾ സന്തോഷിക്കുന്നുണ്ട്. ക്രിസ്തുവും ഇപ്രകാരം ഒരു ഈറ്റുനോവിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. കുരിശുമരണവും പീഡാനുഭവവും ഒക്കെ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈറ്റുനോവ് അനുഭവമാണ്. ഇതിനൊടുവിലായിട്ട് ക്രിസ്തു പ്രത്യാശയുടെ കിരണമായിട്ട് ഉദ്ധാനം സ്വീകരിച്ച് നടക്കുമ്പോഴത്തേക്ക് അത് അനേകായിരങ്ങൾക്ക് വലിയൊരു പുതുജീവൻ നൽകുന്നതിന് സൂചനയായിട്ട് മാറുന്നു. അതിനാൽ ഈ ഒരു നോമ്പുകാലം എന്ന് പറയുന്നത് ഈ ഒരു ഈറ്റുനോവിനോട് സാദൃശ്യപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മൾക്ക് ഈ നോമ്പുകാലത്ത് തീർച്ചയായിട്ടും ക്രിസ്തുവിനെ ധ്യാനിക്കാറുണ്ട്, ക്രിസ്തുവിൻ്റെ പീഡകളെ ഓർത്ത് വിലപിക്കാറുണ്ട്, കരയാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ക്രിസ്തു തന്നെ ഓർത്ത് വിഷമിക്കാനോ അല്ലെങ്കിൽ തൻ്റെ പീഡകളെ ഓർത്ത് കരയുവാനായിട്ടോ നമ്മോട് ആഹ്വാനം ചെയ്തിട്ടില്ല. ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളോട് പോലും ക്രിസ്തു പറയുക നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവാനായിട്ടാണ്. ഈ ഒരു നോമ്പുകാലത്തിൽ നാം സ്വയമേവ നമ്മിലേക്ക് തിരിഞ്ഞ് നമ്മെ നോക്കണം, നമ്മെക്കുറിച്ച് ധ്യാനിക്കണം, നമ്മിലുള്ള പാപ സാഹചര്യങ്ങളിൽ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തുകൊണ്ട് പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുന്നവരായിട്ട് മാറണം. 2 ദിവസം മുൻപായിട്ട് ഒരു പള്ളിയുടെ സിമിത്തേരി സന്ദർശിക്കുവാനായിട്ട് ഇടയായി. ആ സിമിത്തേരിയിലെ ഒരു കല്ലറയ്ക്ക് മുകളിലായിട്ട് ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു, യു ഷാൽ ഹാവ് നോ മോർ ഡെത്ത് ഓവർ യു. ഇനിമേൽ നിനക്ക് മരണമില്ല. ഓരോ നോമ്പുകാലവും നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്, യു ഷാൽ ഹാവ് നോ മോർ ഡെത്ത് ഓവർ യു. ഇനിമേൽ നിനക്ക് മരണമുണ്ടാകുവാനായിട്ട് പാടില്ല. കാരണം നീ ക്രിസ്തുവിന് മനുഷ്യനോട് കൂടെ ഉദ്ധാനത്തിൽ പങ്കുചേരുന്നത് കൊണ്ട് നീ ഒരു പുതിയൊരു സൃഷ്ടിയായിട്ട് മാറുകയാണ്. പഴയ നിന്റെ സൃഷ്ടിയെ നീ മാറ്റി നിർത്തിക്കൊണ്ട് അവന് മരണം പ്രാപിച്ചുകൊണ്ട് നീ ഒരു പുതിയ സൃഷ്ടിയിലോട്ട് കടന്നു പോരുവാനായിട്ടാണ് ഓരോ നോമ്പുകാലവും നമ്മോട് ആവശ്യപ്പെടുന്നത്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ട്. കർത്താവെ, ഗർഭിണി പ്രസവം അടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങളും അങ്ങേക്ക് വേണ്ടി വേദനിച്ചു കരഞ്ഞു. ഞങ്ങളും ഗർഭം ധരിച്ച് വേദനയോടെ പ്രസവിച്ചു, എന്നാൽ കാറ്റിനെ പ്രസവിക്കുന്നത് പോലെയായിരുന്നു അത്. അതിനാൽ ഓരോ നോമ്പുകാലവും നമ്മോട് ആവശ്യപ്പെടുക ഈ ഒരു ഈറ്റുനോവിലൂടെ കടന്നു പോകുവാനായിട്ടാണ്. ഈ ഈറ്റുനോവിന് ഒടുവിലായിട്ട് നാം ഓരോരുത്തരും ക്രിസ്തുവിനോട് കൂടെ പുതിയൊരു സൃഷ്ടിയായിട്ട് മാറുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.